DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 18 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ അതായത് SIR എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകേണ്ട സമയം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. വിതരണം ചെയ്ത ഫോമുകളിൽ 99.9% പൂരിപ്പിച്ച് കിട്ടി. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. 25 ലക്ഷത്തിലേറെ പേരെ കണ്ടെത്താനായില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ BLOമാരുമായി ചേർന്ന് ഇവരെ കണ്ടെത്താൻ ശ്രമിക്കും. കണ്ടെത്താനായില്ലെങ്കിൽ കരട് പട്ടികയിൽ ഉണ്ടാവില്ല. ഫോം പൂരിപ്പിച്ച് നൽകിയവരെല്ലാം കരട് പട്ടികയിൽ ഉണ്ടാകും. സ്ഥലത്തില്ലാത്തവർ, താമസം മാറിയവർ, മരണമടഞ്ഞവർ എന്നിവരുടെ പട്ടിക പരിശോധനയ്ക്ക് BLOമാർ ഇതിനകം BLAമാർക്ക് നൽകിയിട്ടുണ്ട്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഉൾപ്പെടാത്തവരുടെ ബൂത്ത് തിരിച്ചുള്ള പട്ടിക ഇലക്ട്രൽ ഓഫീസർമാരുടെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കും. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും പട്ടിക ലഭ്യമാക്കും. ഇത് പരിശോധിച്ച് പേര് ഉൾപ്പെടുത്താത്തതിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടാം. പരാതികളും ആക്ഷേപങ്ങളും ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ നൽകാം. ആവശ്യമായ വിവരങ്ങൾ സമർപ്പിച്ചിട്ടില്ലാത്തവരെ EROമാർ ഹിയറിംഗിന് വിളിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, ദേശീയപാതയിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവരെ രാഹവീറായി പ്രഖ്യാപിക്കുകയും 1,00,000 ലക്ഷം രൂപ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ 7 ദിവസത്തെ 2.5 ലക്ഷം രൂപ വരെയുള്ള ബില്ലും ദേശീയപാത അതോറിറ്റി ഇൻഷുറൻസിലൂടെ നൽകും. 10 മിനിറ്റിന്റെ വിളിപ്പുറത്ത് ആംബുലൻസ് എത്തിക്കാനും ആധുനീകരിച്ച ആംബുലൻസ് സേവനത്തിന് സംസ്ഥാനങ്ങളുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നും ഇതിനെ കേന്ദ്രീകൃത നമ്പർ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 99,000-ലേക്ക് അടുത്തിരിക്കുകയാണ്. ഇന്ന് പവന് 240 രൂപയാണ് വർദ്ധിച്ചത്. 98,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 30 രൂപയാണ് കൂടിയത്. 12,360 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നത്തെ വിലയ്ക്കനുസരിച്ച് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ജ്വല്ലറിയിൽ പോകുമ്പോൾ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ എല്ലാം ചേർത്ത് 1,12,000 രൂപയെങ്കിലും ആകുന്നതാണ്. അടുത്തറിയിപ്പ്, തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്യുന്നതോടെ കേരളത്തിൽ ലക്ഷങ്ങൾ പുറത്താകും. നിലവിലുള്ള 22 ലക്ഷം പേരിൽ വലിയ പങ്കും പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതവും കുറയും. മറ്റ് കേന്ദ്ര പദ്ധതികളെ പോലെ കുടിശ്ശിക കൂടിയാൽ പദ്ധതി പൂർണ്ണമായി നിർജീവമാകുകയും ചെയ്യും. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് VB-G-Ramji നിയമം വരുമ്പോൾ കേരളത്തിൽ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കാണ് തിരിച്ചടിയാകുന്നത്. നിലവിലെ അംഗങ്ങളായ 22 ലക്ഷം പേരിൽ പകുതിയിലധികം പദ്ധതിക്ക് പുറത്തു പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും നിലവിൽ ലഭിക്കുന്ന 100 ദിവസം പോലും എത്താൻ സാധ്യത വിരളമാണെന്നാണ് വിലയിരുത്തൽ. പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുക. അതോടെ പദ്ധതി ചുരുങ്ങും. കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്ന നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കും. തൊഴിലുറപ്പിലൂടെ നടപ്പാക്കിയിരുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കരണത്തെയും പുതിയ നിയമം ബാധിക്കും. നിലവിൽ 4,000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതമായി കേരളത്തിന് ലഭിക്കുന്നത്. പദ്ധതി ചിലവിന്റെ 40% സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന. ഇതനുസരിച്ച് കേരളം 1,600 കോടി രൂപ മുടക്കണം. കേന്ദ്ര ഫണ്ട് ഉപാധികളുമുണ്ട്. നിശ്ചയിച്ചതിനപ്പുറം ചിലവായാൽ സംസ്ഥാനം വഹിക്കണം. വേതനം വൈകിയാൽ നഷ്ടപരിഹാരവും തൊഴിലില്ലെങ്കിൽ അലവൻസും സംസ്ഥാനമാണ് നൽകേണ്ടത്. പുതിയ നിബന്ധനകളെല്ലാം തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കും സംസ്ഥാനത്തിനും തിരിച്ചടിയാകുമെന്നാണ് ചുരുക്കം. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ 2,000 രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. അക്കൗണ്ടിൽ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക ലഭിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമാവുകയാണ്. 2,000 രൂപ വീതം സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തിയാണ് വിതരണം. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.